മേധാവിത്വം നേടാൻ യു.ഡി.എഫിന് കഴിയുന്നു. മധ്യ കേരളത്തിൽ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് എന്നുള്ളതാണ് എക്സിറ്റ് പോൾ സൂചിപ്പിക്കുന്നത്. അതേസമയം തെക്കൻ കേരളത്തിലെ 39 സീറ്റുകൾ, അതായത് 4 ജില്ലകളാണുള്ളത്. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. ഈ 4 ജില്ലകളിലെ 39 സീറ്റുകളിൽ എൽ.ഡി.എഫിന് 18 മുതൽ 20 വരെ മേധാവിത്വം. തെക്കൻ കേരളത്തിൽ എൽ.ഡി.എഫിന്റെ മേധാവിത്വമില്ല. യു.ഡി.എഫിന് 17 മുതൽ 19 സീറ്റുകൾ, ചെറിയൊരു എഡ്ജ്. 18 മുതൽ 20 സീറ്റുകൾ വരെ, അതായത് 18 എൽ.ഡി.എഫിന്റെ കുറയുകയാണെങ്കിൽ 19 സീറ്റുകൾ യു.ഡി.എഫിന് കിട്ടും. 17 യു.ഡി.എഫിന് കുറയുകയാണെങ്കിൽ 20 സീറ്റുകൾ എൽ.ഡി.എഫിന് കിട്ടും. അവിടെ 2 സീറ്റുകൾ കിട്ടും. അതായത് നോർത്തിൽ, വടക്കൻ കേരളത്തിൽ ഒരു സീറ്റ് ഈ എക്സിറ്റ് പോൾ ഫലം ബി.ജെ.പിക്ക് നൽകുന്നു. സെൻട്രലിൽ ഒരു സീറ്റ് നൽകുന്നു. സൗത്തിൽ 2 സീറ്റ്. അതായത് ഒരുപക്ഷെ വടക്കൻ കേരളം എന്ന് പറയുന്നത് മഞ്ചേശ്വരമായിരിക്കാം ഉദ്ദേശിച്ചത്. സെൻട്രൽ പാലക്കാടായിരിക്കാം. ഇവിടെ നേമവും കഴക്കൂട്ടവും. അങ്ങനെ 4 സീറ്റുകളാണ് ബി.ജെ.പിക്കായി ഈ സർവേയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു പ്രവചനം. 0-1 ആണ്. ഇതെല്ലാം 0-1, 0-2 ആണ്. ചിലപ്പോൾ കിട്ടാതിരിക്കാം, അല്ലെങ്കിൽ കിട്ടിയേക്കാം ബി.ജെ.പിക്ക് എന്നുള്ളതാണ്. ടൈറ്റ് ആയിട്ടുള്ള മത്സരം, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത് തെക്കൻ കേരളത്തിലാണ്. അവിടെ 39.8% വേഴ്സസ് 39.3% എന്നുള്ളതാണ്. അത് യു.ഡി.എഫ് വേഴ്സസ് ആണ്. യു.ഡി.എഫിന് 39.8%, അതേസമയം 39.3% എൽ.ഡി.എഫ്. ചെറിയ വ്യത്യാസം. പക്ഷേ എൻ.ഡി.എക്ക്, ബി.ജെ.പി മുന്നണി ഏറ്റവും സ്ട്രോങ് തെക്കൻ കേരളത്തിലാണ്. 17% എൻ.ഡി.എയുടെ വോട്ട് ഷെയർ. കേരളത്തിലാകെ നോക്കുമ്പോൾ 14.3% വോട്ട് ഷെയർ എങ്കിൽ അത് തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ബി.ജെ.പിയുടെ കുറച്ചുകൂടി സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള തെക്കൻ കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്നതുകൊണ്ട് അതിനകത്ത് നമ്മുടെ കണക്കിൽ